കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. രാവിലെ തന്നെ എണീച്ചു. ആസ് യൂഷ്വൽ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് ഇതുപോലെ ലോങ് വീഡിയോ ഒക്കെ എടുക്കാറുള്ളത്. ഇന്നൊരു ഞായറാഴ്ച തന്നെയാണ്. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് തോർന്നു. അതിൻ്റെ ആ ഒരു മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയപ്പോഴേക്കും അമ്മ ദാ ചോറിന് വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ തിളച്ച് പൊന്തി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എണീച്ച് വരുമ്പോഴേക്കും കേട്ടോ. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നല്ല നാടൻ ചക്കടയും അതുപോലെ തന്നെ ബീഫും നാളികേരക്കൊത്തിട്ട് വരട്ടിയതും പിന്നെ മീൻകറിയൊക്കെ കാലത്ത് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നല്ല, ഇന്ന് ചേച്ചി തിരിച്ച് ഗോവയിലേക്ക് പോവാണ്. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതിരാവിലെ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ എണീച്ച് വരുമ്പോഴേക്കും ചേച്ചി പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് നേരം സഹായിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ്റെ ആവശ്യങ്ങളൊക്കെ മനോഹരമായിട്ട് തന്നെ കഴിഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു ഇത്. ചേച്ചി ഏകദേശം നാട്ടിലേക്ക് വന്നു പോയിട്ട് 1 മാസത്തോളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും കൊടുത്തയക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന മുളക് മേമയുടെ മോള് കൊണ്ടുവന്നതാണ്, അവരുടെ വീട്ടിലുണ്ടായതാണ്. നല്ല നാടൻ മുളകാണ് കേട്ടോ, നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതും പാക്ക് ചെയ്ത് കൊടുത്ത് വിടുന്നുണ്ട്. 12 മണിക്കാണ് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് പോകണം. ഏകദേശം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 12 മണി സമയം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിച്ച് പോകുന്നില്ലെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ലഞ്ചിനുള്ള ഫുഡ് നമുക്ക് പൊതിച്ചോറായിട്ട് കൊണ്ടുപോയിട്ട് ട്രെയിനിൽ കഴിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് പൊതിയാനായിട്ട് ഇല മുറിക്കാനായിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയുണ്ടായിരുന്നു കാലത്ത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലയിലൊക്കെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടും കേട്ടും നമ്മുടെ ബോസുട്ടൻ അവിടെ കസാരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നേ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തലയിൽ വെളിച്ചെണ്ണ തേക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളാണ് തോന്നുക. ഞായറാഴ്ച ദിവസമാണ് ഇതുപോലെ ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ദിവസം കേട്ടോ. അപ്പോൾ ഇത് പുറത്ത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഷേവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഷേവിങ് സെറ്റും അതുപോലെ തന്നെ അതിൻ്റെ ക്രീം തേക്കുന്ന ബ്രഷും പിന്നെ കണ്ണാടൊക്കെയാണ് കേട്ടോ. ചീർപ്പും ഒക്കെ അവിടെ തന്നെയുണ്ട്. അതിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്നലെ വരുമ്പോൾ ഞാൻ പൊറോട്ട വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പൊതിച്ചോറ് പാക്ക് ചെയ്ത് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. ചേച്ചിക്കും മക്കൾക്കും പൊറോട്ട ഇഷ്ടമാണ്. ഇത്തവണ വന്നിട്ട് അതൊന്നും കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊറോട്ട. അപ്പോൾ ചിക്കൻ കറിയും ഒക്കെ കൂടി കഴിച്ചു. ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ചേട്ടനും അതുപോലെ തന്നെ ചേച്ചിയുടെ മോനൊക്കെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ക്ലീനിങ്ങിലേക്ക് കടക്കാം. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുക്കിങ്ങിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം കിച്ചൺ ക്ലീൻ ചെയ്യാനാണ്. ഒരുപാട് ക്ലീനിങ് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് പാത്രങ്ങൾ കഴുകാനും അങ്ങനെ A to Z കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ എനിക്കതൊക്കെ ചെയ്തിട്ട് ആ ഒരു കിച്ചൺ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മയോട് പറഞ്ഞു ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തോളാം. അമ്മ രാവിലെ എണീച്ചിട്ട് അടുക്കളയിൽ കുറേ പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ നേരത്തൊക്കെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തു, മറ്റേ സൈഡും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു. പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കഴുകാനായിട്ട്. അതൊക്കെ കഴുകി വെച്ചു. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയൊക്കെ നല്ല രീതിയിൽ അടിച്ചു വാരി ഇടുകയാണ്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. അതിനുശേഷമാണ് പിന്നെ അമ്മ അടുക്കളയിലേക്ക് കയറിയത് കേട്ടോ. അടുക്കളയിലേക്ക് കയറിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടങ്ങാഴി ഗുളിക അമ്മയ്ക്ക് കഴിക്കാനുണ്ടായിരുന്നു. പ്രഷറിന്, കൊളസ്ട്രോളിന് അങ്ങനെ വേണ്ടുന്ന എല്ലാ മരുന്നുകളും കഴിക്കാനുണ്ടായിരുന്നു. അതൊക്കെ അമ്മ കഴിച്ചു. അതിനുശേഷം ഞാൻ കുളിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റി. ഏകദേശം ഒരു 11 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മഴ കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷേ എന്തോ ഭാഗ്യം, റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന വരെയും നമ്മൾ എത്തിയിട്ട് അവരെ ട്രെയിൻ കയറ്റി വിടുന്ന ആ ഒരു സമയം വരെയും മഴ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് കേട്ടോ. ചേച്ചീനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അതുപോലെ തന്നെ നമുക്ക് ഗോവയിൽ പോകാനൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത്.
എന്തായാലും ലഗേജും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു. റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനായിട്ട് കുറച്ചും കൂടി എളുപ്പം. കല്യാണി ആദ്യമായിട്ടാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതും ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ കയറുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ കേട്ടോ. അവൾക്കതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബർത്തൊക്കെ കാണുമ്പോൾ അവൾക്കതിൻ്റെ മുകളിൽ കയറി ഇരിക്കണമെന്നും അത് എന്തിനാണെന്നുള്ളതൊക്കെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓപ്പോസിറ്റ് ഒരുപാട് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പല ട്രെയിനുകളും നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടും കുറച്ച് നേരം വർത്തമാനം പറഞ്ഞും ഞങ്ങൾ അവിടെ ഇരുന്നു. അതിനുശേഷം ചേച്ചിക്ക് പോകാനായിട്ടുള്ള ഗോവയിലേക്ക് പോകുന്ന ട്രെയിൻ വന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് ഏതാണ് നമ്മുടെ ആ ഒരു കോച്ചെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള തിരക്കിലായിരുന്നു. ഇനിയിപ്പോൾ പൊസിഷൻ എങ്ങാനും മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലഗേജൊക്കെ എടുത്ത് കുറേ ദൂരം പോകേണ്ടി വരും. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഇതേപോലെ കയറ്റി വിടാനായിട്ട് പോയിട്ട് നമ്മൾ സ്ഥലം മാറിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ട്രെയിൻ വന്നപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് കയറേണ്ട കോച്ച് ഇവിടെ അല്ലായിരുന്നു എന്ന്. പിന്നീട് ഒരുപാട് അങ്ങോട്ട് ദൂരം പോയിട്ടുണ്ടായിരുന്നു കയറാനായിട്ട്. എന്തായാലും ആ ഒരു അമ്മിളി ഇത്തവണ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കറക്റ്റ് ടൈമിന് വന്നു. പിന്നെ 5 മിനിറ്റ് നേരമാണ് ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ എടുത്തു. കല്യാണി ഭയങ്കര കരച്ചിലായിരുന്നു, അവൾക്കും കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വെക്കേഷനിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു കേട്ടോ. അങ്ങനെ അവർ ട്രെയിൻ കയറിപ്പോയി. ഇനി നാളെ രാവിലെയാണ് അവർ ഗോവയിലെത്തുക. പോരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. വരുമ്പോൾ നല്ല മഴക്കാരുണ്ടായിരുന്നെങ്കിലും മഴയൊന്നും പെയ്തില്ല. പക്ഷെ പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് തൃശ്ശൂരിലേക്ക് ആ ഒരു നമ്മുടെ പുഴയ്ക്കൽ ഭാഗത്തേക്കൊക്കെ എത്തുന്ന സമയമാകുമ്പോഴേക്കും മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തു തുടങ്ങി. പിന്നീട് നല്ല ശക്തിയായിട്ട് മഴ പെയ്യാനും തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെയും നമ്മളെ വലച്ചില്ല. നമ്മൾ ലഗേജൊക്കെ എടുത്തുനിന്ന് പോകുന്ന സമയത്ത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആകെ നനയുമായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയുടെ പാട്ടിന് പോയി. പിന്നീട് അങ്ങോട്ട് വെയിലായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് നമ്മൾ വീട്ടിൽ ലഞ്ച് കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ കാലത്തമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മേമയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടായിരുന്നു ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ച് കഴിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പോഴും എഡിറ്റിങ്ങും അതുപോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ അത് ട്രൈ ചെയ്യും. പുതിയ വീഡിയോസായിട്ട് ഇനിയും ഞാൻ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. സപ്പോർട്ട് മാത്രം പോരാ, നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടും രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ഞായറാഴ്ചയിലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു കിട്ടില വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബായ്.